കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹദീസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഹദീസ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ധാരാളം മുതഅല്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, ഒരു നാട്ടിൽ ദർസ് ഉണ്ടാവുക എന്നത് ആ നാടിന് വലിയ വെളിച്ചമാണ്. പ്രത്യേകിച്ച് മഹാന്മാരായ ഔലിയാക്കളുടെ ചാരത്തുള്ള ദർസ്, അത് ഔലിയാക്കൾക്കും വലിയ സന്തോഷമാണ്. ഏത് സമയവും ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു വിഭാഗം മുതഅല്ലിമീങ്ങൾ, അതിലും ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ദർസായപ്പോ വലിയ സന്തോഷമായി. കാരണം തങ്ങളവരുകൾ എമ്മമാടിൽ ദർസ് നടത്തുന്ന സമയത്ത് ഞാൻ അവിടെ ഒന്നിലധികം തവണ ഉറൂസിന് വാദിന് പോയിട്ടുണ്ട്. ഇത്തവണ ഈ വിനീതനോട് വാദിന് ഡേറ്റ് ചോദിച്ചു. പക്ഷേ ഒരു ദിവസം പോലും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഞാൻ പോയപ്പോഴും ആ നാട്ടുകാരനോട് തങ്ങളുടെ ദർസിനെ കുറിച്ച് വല്ലാതെ മതിപ്പ് പറഞ്ഞു. നല്ല അച്ചടക്കമുള്ള മുതഅല്ലിമീങ്ങളാണ്. ഇക്കാലഘട്ടത്തുള്ള മറ്റു മുതഅല്ലിമീങ്ങളെ പോലെയല്ല. അപ്പൊ ഇവിടെ ില്ല. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതാ ഹദീസ് തേടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് എല്ലാ ഹദീസുകളും അവർ അധ്വാനിച്ചത് കൊണ്ട്, നമുക്ക് കിതാബ് തുറന്നു നോക്കിയത് കൊണ്ട് നമുക്ക് കാണാം. അതേസമയം ഒരൊറ്റ ഹദീസ് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടി അതാ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് നടന്നുപോയ സ്വഹാബത്തിന്റെ ചരിത്രമില്ലേ മുതഅല്ലിമീങ്ങളെ? ഒരൊറ്റ ഹദീസ്, ആ ഹദീസ് ഞാൻ കേട്ടു. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണോ, അത് ഹദീസ് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതാ സിറിയയിൽ നിന്ന്, ഷാമിൽ നിന്ന് മദീനയിലേക്ക് എത്ര അകലെയാണ്. വാഹനപ്പുറത്ത് കയറിയിട്ടല്ല, നടന്നിട്ട് പോയി മടങ്ങി വന്ന സ്വഹാബത്തിന്റെ ചരിത്രം ഇല്ലേ? എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ബുഖാരി ഇമാം ലോക പ്രശസ്ത പണ്ഡിതനല്ലേ? മഹാനവരുകൾ ശേഖരിച്ച ഹദീസിന്റെ ഗ്രന്ഥമല്ലേ സ്വഹീഹുൽ ബുഖാരി? ആ ബുഖാരി ഇമാം ഹദീസ് പഠിക്കാൻ വേണ്ടി കപ്പൽ കയറി. കപ്പലിലൂടെയുള്ള യാത്രയാണ്. അങ്ങനെ ആ കപ്പലില് ഈ ചില മനുഷ്യന്മാര് കള്ളന്മാരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ബുഖാരി ഇമാമിന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ആ കപ്പലിൽ ഉള്ള കൂടെ യാത്രക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു, പരസ്പരം സംസാരിച്ചു. ഇവന്റെ സംസാരവും ബന്ധമെല്ലാം കണ്ടപ്പോ ഇവനൊരു നല്ല മനുഷ്യനാണെന്ന് ബുഖാരി ഇമാം തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടാകൂലേ? നമ്മുടെ നല്ല അടുത്ത ആളാണെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ ബുഖാരി ഇമാം, ആ ബുഖാരി ഇമാം എല്ലാ സ്വകാര്യം ഇവനോട് പറഞ്ഞു. ആ സ്വകാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്റെ അടുത്ത് 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഈ അടുത്ത് വന്ന് സംസാരിക്കുമ്പോ കള്ളനാണ്, പക്ഷെ കള്ളനെ പോലെ വന്നില്ല, നല്ല മനുഷ്യനെ പോലെ വന്നതാ. അപ്പൊ ബുഖാരി ഇമാമിന് എല്ലാ രഹസ്യം പറയാൻ തോന്നി. അപ്പോ ഒരു കവർ കണ്ടപ്പോ ഈ കവറിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കള്ളൻ. എന്താ? ബുഖാരി ഇമാം പറഞ്ഞു, അതിൽ 1000 സ്വർണ്ണ നാണയമുണ്ട് എന്ന് പറഞ്ഞു. 1000 സ്വർണ്ണ നാണയം. അതെന്തിനാന്ന് ചോദിച്ചു. അത് ഞാൻ ഹദീസ് അന്വേഷിച്ച് തരാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ യാത്രയിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ള 1000 സ്വർണ്ണ നാണയം. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ കള്ളൻ ഇങ്ങനെ ടൈമിലേക്ക് നോക്കാണ്. ഉറങ്ങാൻ സമയായോ? ഉറങ്ങാൻ സമയായോ? ഉറങ്ങാൻ സമയായോ? എന്തേ കാരണം? ഉറങ്ങിയാലല്ലേ ഇത് കട്ടെടുക്കാൻ പറ്റൂ. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങി. ഉറങ്ങിയപ്പോ ഈ കള്ളൻ എന്ത് ചെയ്തു എന്നറിയോ? ബുഖാരി ഇമാമിന്റെ 1000 സ്വർണ്ണ നാണയങ്ങൾ കട്ടെടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ കട്ടെടുക്കാൻ കഴിയാതിരിക്കായിരുന്നു. കാരണം ചില മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ ബാഗിനെ ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങിയാൽ ആ ബാഗിൽ എന്തോ മൂല്യമുള്ള സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കും. കക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ചാൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവും. അതിനെ അവിടെ ബെൽച്ചെറിയണം. അപ്പൊ തീരെ ഒന്നും ഉണ്ടാവില്ല എന്നാ മനസ്സിലാക്കുക. പല ജാതി കള്ളന്മാരോട്ടോ ഞാനിപ്പോ ഇതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത്, ഇയാൾ ഒരു ആക്ടിങ് ചെയ്തു.
എന്താ ആക്ടിങ് എന്നറിയോ? നട്ടപ്പാതിരായപ്പോ അർദ്ധരാത്രി ആയപ്പോ ഈ കള്ളൻ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ. കരഞ്ഞപ്പോ ഈ കരച്ചില് ഒച്ച കേൾക്കുമ്പോഴേക്ക് എല്ലാവരും എണീറ്റു. നോക്കുമ്പോ ഈ കള്ളൻ ഇങ്ങനെ കരയാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനാ കരയുന്നു ചോദിച്ചു കള്ളനോട്. അപ്പോ ഈ കള്ളൻ കപ്പലിലുള്ളവരോട് പറഞ്ഞു, എന്റെ അടുത്തൊരു സഞ്ചി ഉണ്ടായിരുന്നു. ആ കവറിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. കള്ളമല്ലേ പറഞ്ഞത്? ആ മനുഷ്യന്റെ അരികിൽ 1000 സ്വർണ്ണ നാണയം ഇല്ലല്ലോ. ബുഖാരി ഇമാമിന്റെ അടുത്തല്ലേ ഉള്ളത്. പക്ഷെ ഇവൻ എന്തിനാ കള്ളം പറഞ്ഞത്? കള്ളം പറയാൻ കാരണം ഇതിപ്പോ ഈ മനുഷ്യന്റെ 1000 സ്വർണ്ണ നാണയം കട്ടെടുത്തു പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കപ്പലിലുള്ള എല്ലാവരുടെയും ബാഗ് തെരഞ്ഞു നോക്കുമല്ലോ. നോക്കുമ്പോ ബുഖാരി ഇമാമിന്റെ സഞ്ചിയിൽ 1000 സ്വർണ്ണ നാണയം കാണുമല്ലോ. അത് ഈ മനുഷ്യന്റെതാണെന്നും പറഞ്ഞ് ബുഖാരി ഇമാം കട്ടെടുത്തതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ. അപ്പൊ ഈ മനുഷ്യന് 1000 സ്വർണ്ണ നാണയം വെറുതെ കിട്ടിയില്ലേ? ഈ ബുഖാരി ഇമാമിനെ കുറിച്ച് ഇവൻ ഇങ്ങനെ പറഞ്ഞു, അതാ കാണുന്നില്ല. അപ്പൊ എല്ലാവരും തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ബാഗിലൊന്ന് തെരഞ്ഞു നോക്കാം. എല്ലാവരുടെയും ബാഗ് തെരയാൻ നോക്കി. സുബ്ഹാനല്ലാഹ്, ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ ഇതുപോലെയുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. സിനിമാ നടന്മാരെയല്ല, നടിമാരെയല്ല. സുബ്ഹാന, ഈ കള്ളനിതങ്ങ് പറഞ്ഞപ്പോ ബുഖാരി ഇമാം എല്ലാവരുടെയും ബാഗ് തെരയാൻ നോക്കി. കപ്പലിലുള്ള ആളുകൾ. ബുഖാരി ഇമാം എന്ത് ചെയ്തു? അവസാനം ബുഖാരി ഇമാമിന്റെ ബാഗ് തെരയാനാണ് ബാക്കിയുള്ളത്. അവിടെ അടുത്തേക്ക് എത്തിയപ്പോ ആ കവറിലുള്ള 1000 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് നേരെ കടലിലോട്ട് വലിച്ചെറിഞ്ഞു. എന്തൊരത്ഭുതം അല്ലേ! ഈ കള്ളനിതിങ്ങനെ കാണുകയാണ്. ബുഖാരി ഇമാം കവറിലുള്ള 1000 സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് കടലിലോട്ട് വലിച്ചെറിഞ്ഞ രംഗം കള്ളൻ കാണുകയാണ്. കപ്പൽ എത്തേണ്ടടുത്തെത്തി. എല്ലാരും കപ്പലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. ബുഖാരി ഇമാമും ഇറങ്ങി. അപ്പൊ ഈ കള്ളം വേഗം ബുഖാരി ഇമാമിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്ത് മനുഷ്യനാ? നിങ്ങളെ കവറിലുള്ള 1000 സ്വർണ്ണ നാണയങ്ങൾ എന്തിനാണ് നിങ്ങൾ കടലിലോട്ട് വലിച്ചെറിഞ്ഞത്? ഓ മനുഷ്യ, എനിക്ക് എന്റെ 1000 സ്വർണ്ണ നാണയങ്ങളെക്കാളും വലുത് എനിക്ക് എന്റെ ഇസ്ലാമാണ് കേട്ടോ, എന്റെ മതമാണ് കേട്ടോ. എനിക്കുമില്ലേ ഒരു നേതാവ്. ഈ സ്വർണ്ണ നാണയത്തിന് വില കൽപ്പിക്കുന്നതിനേക്കാളും ഞാനൊരു നേതാവിനെ വില കൽപ്പിക്കുന്നുണ്ട്. അല്ലയോ മനുഷ്യ, ഞാൻ ഈ 1000 സ്വർണ്ണ നാണയങ്ങളെ കടലിലോട്ട് വലിച്ചെറിഞ്ഞില്ല എന്ന് കണ്ടാൽ ഈ കവറുകൾ തെരയുന്ന സമയത്ത് എന്റെ കവറ് തെരയുമല്ലോ. ആ കവറിൽ 1000 സ്വർണ്ണ നാണയം എന്റേതാണ്, അത് നിന്റേതല്ല. പക്ഷേ കപ്പലിലുള്ളവർ കരുതുന്നത് നിന്റേതാണ്, ഞാൻ കട്ടെടുത്തതാണ്. എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്, എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു പേരുണ്ട്. ഞാൻ സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചവരാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ക്രോഡീകരിച്ചവരാണ്. ഒരു പക്ഷേ എന്റെ കവറിലുള്ള എന്റേതായ 1000 സ്വർണ്ണ നാണയങ്ങള് അത് ചിലപ്പോ കപ്പലിലുള്ളവർ കണ്ടുപിടിച്ച് അത് നിന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ഞാനൊരു കള്ളനായില്ലേ? ഞാൻ കള്ളനാകൽ വിഷയമല്ലേ? അല്ല ചെറുപ്പക്കാരാ, ഈ ചരിത്രം മനസ്സിലൊന്ന് കുത്തിവെച്ചോ. സംസാരം കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ,
ഈ ചരിത്രത്തിന്റെ വഴിത്താരയിലേക്കൊന്ന് കടന്നു വന്നോ. ഇസ്ലാമിനെ പറയിപ്പിക്കണ്ട ലോക നേതാവ്. ഞാൻ കള്ളനായാൽ സാരല്ല, ഞാൻ ക്രോഡീകരിച്ച ഹദീസുകൾ ജനങ്ങൾ വലിച്ചെറിയോ. എന്റെ നേതാവിനെ ഞാൻ പറയിപ്പിച്ചു. ഞാൻ അധ്വാനിച്ച് ശേഖരിച്ച ഹദീസുകൾ അത് സ്വീകാര്യമല്ലെന്ന് ജനങ്ങൾ വലിച്ചെറിയോ. അതുകൊണ്ടാണ് എനിക്ക് വലുത് എന്റെ ദീനാണ്. 1000 സ്വർണ്ണ നാണയങ്ങളല്ല, അതങ്ങെടുത്ത് വെള്ളത്തിലോട്ടിട്ടു. ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇസ്ലാമിന് നല്ലത് വരുത്തണം. അല്ലാഹുവേ, ഈ സദസ്സിനെ അതിന് കാരണമാക്കണേ അല്ലാഹ്.